ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുണ്ടയ്ക്ക കൊണ്ടൊരു വറുത്തരച്ച തീയലുണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നന്നായി കഴുകി ഉടച്ചു വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യാം. ഈ ചുണ്ടയ്ക്ക നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇതുപോലെ നന്നായി വറുത്ത് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. കോരി മാറ്റിയതിന് ശേഷം അടുത്തത് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഈ സവാളയും നല്ലതുപോലെ ബ്രൗൺ നിറമാവുന്നവരെ ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. സവാളയും നല്ലതുപോലെ മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത എണ്ണയിൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് തേങ്ങ നന്നായി വറുത്തെടുക്കണം. തേങ്ങ നന്നായി വറുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലതുപോലെ ഈ പൊടികളെല്ലാം പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ വറക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീഫ് കൂടെ ആഡ് ചെയ്യാം. കറി ലീഫ് ആഡ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലതുപോലെ വറുത്തെടുക്കുക. ഇതാണ് അതിൻ്റെ പരുവം. ഇത് തണുത്തതിന് ശേഷം ഒരു ജാറിലോട്ട് മാറ്റി നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കാം. വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ വന്നിട്ടുണ്ട് തക്കാളി. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ആഡ് ചെയ്യുകയാണ്. കൂട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാൻ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉപ്പ് നോക്കി ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വറുത്ത് വച്ചിരിക്കുന്ന സവാള ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റാം. അല്പം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക കൂടെ ആഡ് ചെയ്യാം. ചുണ്ടയ്ക്ക ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ വറുത്ത ചുണ്ടയ്ക്ക കറി ഇവിടെ തയ്യാറാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് കറി വച്ച ഉടനെ കഴിക്കുന്നതിനേക്കാളും സൂപ്പർ. ഒത്തിരി നേരം ഇരുന്നതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.